രാഹുൽ ഗാന്ധി ഏത് സംസ്ഥാനം സന്ദർശിക്കണം എന്നുള്ളത് മുൻകൂട്ടി തങ്ങളെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് CRPF പരാതിയായി പറഞ്ഞിരിക്കുന്നത്. CRPF രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അടിക്കടിയുള്ള വിദേശയാത്രയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഓരോ പ്രദേശങ്ങളിലും, രാജ്യത്തെ ഓരോ പ്രദേശങ്ങളിലും മിന്നൽ സന്ദർശനം പോലെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ചാർട്ടേഡ് പരിപാടികൾ. ഇതൊന്നും തന്നെ കാലേക്കൂട്ടി അറിയിക്കുന്നില്ല, ഇത് ശരിയായ നടപടിക്രമമല്ല എന്ന് CRPF പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൂട്ടിലടച്ച തത്തയെ പോലെയാണ് സൈന്യത്തെ പോലും കേന്ദ്രം ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഈ രാജ്യത്തെ സ്ഥിതിവിവര കണക്കുകളും സുരക്ഷാ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയം എന്നത് വളരെ വിചിത്രമായ നയങ്ങളാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ഇസഡ്കാറ്റ് സുരക്ഷയുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആനുപാതികമായി സൈന്യത്തെ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിട്ടുകൊടുക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. തനിക്ക് ആരെയും ഭയമില്ല, മരണത്തെയും ഭയമില്ല എന്ന് ഉറക്കെ പറയുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുലിന് കൃത്യമായി രാജ്യത്തിന്റെ സ്പന്ദനം എന്താണെന്നറിയാം, രാജ്യത്തിന്റെ മുക്കും മൂലയും കൃത്യമായി അറിയാം. കാൽനട പ്രചരണം നടത്തിയാണ് ഭാരത് ജോഡോ യാത്ര തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കായി കൃത്യമായി 2 സമയങ്ങളിലായി നടത്തിയത്. അതൊക്കെ ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ സന്ദേശങ്ങളായിരുന്നു. അത് പൊളിച്ചെടുക്കാൻ വലിയ ശ്രമങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതാത് മുഖ്യമന്ത്രിമാർ ശ്രമിച്ചു നോക്കി. ഒന്നും വില പോയില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോഴിതാ CRPFിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി മറ്റ് കളികൾ കളിക്കുകയാണ്. മോദി എവിടെയൊക്കെ കാലുകുത്തുമോ അവിടെയൊക്കെ ഫ്ലക്സും കൊടിതോരണങ്ങളും ഒക്കെ മോദിയുടെ വെച്ചിരിക്കുന്നത് കലാപകാരികൾ വലിച്ചു കീറുന്ന സാഹചര്യമാണല്ലോ കാണുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തിരിച്ചിതിന് മറുപടി പറഞ്ഞത്. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം സമാധാന അന്തരീക്ഷത്തിൽ പോകുമ്പോൾ അവിടെ മോദിയും അമിത്ഷായും റാലികളോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനോ ശ്രമിക്കുമ്പോഴാണ് അവിടെ കലാപ സാഹചര്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം മണിപ്പൂരിൽ എന്താണ് സാഹചര്യമെന്ന്. ബീരേൻ സിംഗ് കൃത്യമായി അവിടെ നടത്തിയ ആസൂത്രണ പദ്ധതികൾ ഒളിഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ മണിപ്പൂർ രാഷ്ട്രപതി ഭരണമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് തൂത്തുവാരും. ഓരോ സംസ്ഥാനങ്ങളും BJP കൈവിടുമോ എന്ന ഭയം നരേന്ദ്രമോദിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒപ്പം RSSന്റെ സമ്മർദ്ദവും. ഇതെല്ലാം കൂടിയാകുമ്പോൾ സമനില തെറ്റും. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഉന്നയിച്ച് വിഷയം മാറ്റാനുള്ള തന്ത്രമാണ് ഇപ്പോൾ മോദി മെനയുന്നത്.